The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഹലോ നമസ്തേ. ഇപ്പം നിങ്ങളെല്ലാവരും ഒരു ഹോളിഡേ മൂഡിലായിരിക്കും അല്ലേ? വെക്കേഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ വർഷം വരെ കുറേ പഠിച്ച് കുറച്ച് കളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴോ കുറേ കളിച്ച് കുറച്ച് പഠിക്കും അല്ലേ? ആണോ? നമുക്ക് കളി വേണം, ചിരി വേണം, കൂടെ പഠനവും വേണം അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികൾക്ക് എല്ലാം ഒരുപോലെ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും സൈക്ലിംഗ് ഇഷ്ടമാണോ? എത്ര പേര് സൈക്ലിംഗ് പഠിക്കുമ്പോൾ വീണിട്ടുണ്ട്? പലരും വീണിട്ടുണ്ട് അല്ലേ? ഞാനും വീണിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൈക്ലിംഗ് പഠിക്കൽ നിർത്തുമോ? ഇല്ല, നെക്സ്റ്റ് ഡേ വീണ്ടും തുടങ്ങും ചവിട്ടാൻ. അതുപോലെ തന്നെയാണ് ചെറിയ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ, പിച്ച വെച്ച് തുടങ്ങുമ്പോൾ ഒരടി വെക്കും, വീഴും അല്ലേ? അപ്പോൾ വീഴും എന്ന് വിചാരിച്ച് പിന്നീട് നടക്കാതിരിക്കും അവര്? ഇല്ല, അവര് വീണ്ടും എഴുന്നേറ്റ് നടക്കും, വീഴും, എഴുന്നേൽക്കും, നടക്കും, വീഴും. അങ്ങനെ വീണാണ് അവർ സ്പീഡിൽ നടക്കാൻ പഠിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ ടീച്ചർ ഇപ്പൊ പറയുന്നതെന്ന്. ഒന്നുമല്ല, നമ്മുടെ ലൈഫും ഇതുപോലെ തന്നെയാണ്. പല പരാജയങ്ങളും വീഴ്ചകളും ഒക്കെ നമുക്കുണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ സഹിച്ച് പിന്മാറി നിൽക്കുകയാണോ വേണ്ടത്? അല്ല, അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകണം അല്ലേ? അതിനെല്ലാം അതിജീവിക്കണം. അതായിരിക്കണം ഒരു സക്സസ്ഫുൾ പേഴ്സൺ. നമ്മുടെ വേൾഡില് ഒരുപാട് വ്യക്തികളുണ്ട് സക്സസ് ആയവര്. അവരുടെയൊക്കെ ലൈഫ് ഒന്ന് ചെറിഞ്ഞ് നോക്കിയാൽ അറിയാം, അവര് മുമ്പ് പല കാര്യങ്ങളിലും ഫെയിൽഡ് ആയവരായിരുന്നു അല്ലേ? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ എടുക്കാം. 10th ഫെയിൽഡ് ആണ്. പക്ഷെ എന്താ സംഭവിച്ചത്? യെസ്, വേൾഡ് തന്നെ അറിയുന്ന ഒരു ക്രിക്കറ്ററായി മാറിയില്ലേ? അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ നമുക്ക് ലൈഫിൽ മുന്നേറാനുള്ളൊരു സ്മോൾ മന്ത്രമായിട്ട് എടുക്കാം. എന്താണ്? ഫെയിലിയേഴ്സ് ആർ ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? स्टार्ट करने मुंब हमारा पिछले क्लास में हमने क्या पढ़ा? हाँ, हमें एक नया दोस्त मिला. दोस्त का नाम क्या है? बताइए, क्या है दोस्त का नाम? यस, विनू. यस, हमारा नया दोस्त का नाम है विनू. विनू को क्या हुआ और कैसे हुआ? विनू ने എന്താ പറ്റിയത്? നമുക്കൊരു സ്മോൾ വീഡിയോ കണ്ടാലോ? യെസ്, ലെറ്റ് us watch a small video. विनू दोस्त के घर जा रहा था. सड़क पर केले का छिलका पड़ा था. छिलके पर साइकिल फिसल गई. विनू नीचे गिरा, पैर पर चोट लगी. विनू अस्पताल में. क्या हुआ? साइकिल से नीचे गिरा और पैर पर चोट लगी. कुछ दिन आराम करना है. हाँ जी, धन्यवाद. How was the video? Yes, ഒരു കുഞ്ഞു വീഡിയോ അല്ലേ? നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ തന്നെ ഉണ്ടാക്കിയതാണ്. ഇഷ്ടമായോ? ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ
ചോദ്യം ചോദിക്കാനായി ചില പ്രത്യേക വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? എന്തൊക്കെയാണത്? ഒന്ന് ആലോചിക്കൂ. യെസ്, ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ, അങ്ങനെയൊക്കെ അല്ലേ? യെസ്. ഇതിനെ ഇംഗ്ലീഷിൽ എന്താ പറയാ? ഇൻ ഇംഗ്ലീഷ് ദീസ് ആർ ക്വസ്റ്റ്യനിങ് വേർഡ്സ്. വാട്ട്? ക്വസ്റ്റ്യനിങ് വേർഡ്സ്. വാട്ട് ആർ ദേ? നമുക്ക് നോക്കിയാലോ ഇംഗ്ലീഷിൽ എന്തൊക്കെയാ ക്വസ്റ്റ്യനിങ് വേർഡ്സ്? നിങ്ങൾക്കറിയാം. വാട്ട്, ഹൂ, വേർ, വെൻ, വൈ, ഹൗ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹിന്ദിയിലും ഉണ്ടാവുമല്ലോ ക്വസ്റ്റ്യനിങ് വേർഡ്സ്. അത് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യെസ്, വാട്ട്. വാട്ട് എന്ന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? ക്യാ. എന്താണ്? ക്യാ. ഹൂ. ഹൂ എന്ന് എങ്ങനെയാ പറയാ? കോൻ. കോൻ. ഓക്കെ. യെസ്. ദെൻ വേർ. വേർ എന്ന് എങ്ങനെ പറയും? കഹാ. बताइए, कहाँ. ഓക്കെ. വെൻ. വെൻ എന്ന് എങ്ങനെയാ പറയാ? വെൻ. കബ്. കബ്. ഓക്കെ. ഹൗ. ഹൗ. ഹൗ എന്ന് എങ്ങനെ പറയും? ആലോചിച്ച് നോക്കിയേ. कैसे. कैसे. And the last one, why. क्यों. क्यों. Okay, so you have to write these in your file. Then വെറുതെ ഒന്ന് വായിച്ചു നോക്കുക ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മുടെ മനസ്സിൽ അറിയാതെ അത് കിടക്കും. ഓക്കെ. യെസ്. നൗ I would like to ask you some questions. എനിക്ക് നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫയലിൽ എഴുതണം. കാരണം നിങ്ങളിപ്പോൾ വിനുവിൻ്റെ ചാപ്റ്റർ കുറച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലേ? അല്ലേ? അപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയാലോ? യെസ്. ചോദിക്കട്ടെ ടീച്ചർ? ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് विनु कहाँ जा रहा था? विनु कहाँ जा रहा था? विनु എവിടെ പോവുകയായിരുന്നു? എവിടെ പോവായിരുന്നു? विनु कहाँ जा रहा था? Yes, विनु दोस्त के घर जा रहा था. कहाँ जा रहा था? विनु दोस्त के घर जा रहा था. Very good. नेक्स्ट क्वेश्चन. सेकंड क्वेश्चन. सड़क पर क्या पड़ा था? सड़क पर क्या पड़ा था? റോട്ടിൽ എന്തായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്? क्या पड़ा था? बताओ. सड़क पर केले का छिलका पड़ा था. सड़क पर केले का छिलका पड़ा था. Yes. So the third question, okay? कौन गिरा? कौन गिरा? आरा वीणद? Yes, it is विनु. विनु गिरा. कौन गिरा? विनु गिरा. Okay. Fourth question is विनु कैसे गिरा? विनु कैसे गिरा? विनु എങ്ങനെയാണ് വീണത്? छिलके पर साइकिल फिसल गई. विनु नीचे गिरा. छिलके पर साइकिल फिसल गई. विनु नीचे गिरा. ठीक है. नेक्स्ट क्वेश्चन इज फिर विनु को क्या हुआ? പിന്നീട് വിനുവിന് എന്ത് പറ്റി? विनु को क्या हुआ? यस, विनु के पैर पर चोट लगी. विनु के पैर पर चोट लगी. വിനുവിന്റെ കാല് മുറിഞ്ഞു അല്ലേ? യെസ്.
The last and final question. डॉक्टर ने क्या कहा? डॉक्टर ने क्या कहा? ഡോക്ടർ എന്താ പറഞ്ഞത്? Yes, have to take rest. അതിനെ ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? कुछ दिन आराम करना है. डॉक्टर ने कहा कुछ दिन आराम करना है. യെസ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഫയലിൽ എഴുതണേ. നൗ ഐ തിങ്ക് ഓൾ ഓഫ് യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ദിസ് ചാപ്റ്റർ, റൈറ്റ്? യെസ്. അപ്പോൾ ഇത് റിവൈൻഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ എന്ത് പറ്റും? ഈ ചാപ്റ്റർ പിന്നെ മറക്കുകയില്ല അല്ലേ? യെസ്. അപ്പോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. We will meet soon. So till then, bye and take care.